കേരളത്തിലെ മീഡിയയെക്കുറിച്ച് പ്രതീക്ഷകളെക്കാളും കൂടുതൽ ആശങ്കകളാണ് എനിക്ക്. കുട്ടികൾക്കുണ്ടാവാൻ സാധ്യതയുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ പറയുന്നത് പോലെ ഡ്രമാറ്റിക് ആവണോ, അതോ എന്നെപ്പോലെ പാസീവ് ആവണോ? അപ്പോൾ ഓരോ തവണയും കൊടപ്പനക്കുന്നിൻ്റെ കയറ്റം കയറിയ ടവർ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് വലിയ ഈ ടെൻഷൻ ഇന്ന് എൻ്റെ അവസാനത്തെ റീഡിങ് ഇതോടുകൂടി ഞാൻ മതിയാക്കും എന്ന്. ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പം ഇത് എന്ത് പ്രയാസമാണെന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അന്നത്തെ പ്രയാസമൊക്കെ ആരറിഞ്ഞു എന്ന്. TNG ഉണ്ടായിരുന്നപ്പം TNG ഒരു എല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. നല്ലൊരു എഡിറ്ററായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാനിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ന്യൂസ് റൂമിൽ ഡ്രാമ വേണ്ടെന്നാണ് ഞാൻ പഠിച്ച രീതി. ഓവർ റിയാക്ഷൻസ് വേണ്ട, റിയാക്ഷൻസ് ചെറുതായിട്ടാവും, പക്ഷെ ഓവർ ആവരുത്. പിന്നെ ഈ സിനിമ റിവ്യൂസ് ഒക്കെ പണ്ടേ ഉണ്ട്. വിജയുടെ സിനിമയൊക്കെ റിലീസ് ആകുമ്പോൾ നമ്മൾ പാലക്കാടൊക്കെ ക്രൂ പോയിട്ടുണ്ട്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ജേർണലിസ്റ്റ് ആവാമെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ ബിഹേവിയറും ചിലപ്പം ഈ ഒരു ഇൻഡസ്ട്രിയെ മൊത്തമാണ് ബാധിക്കുന്നത്. ആക്ട്രസിന്റെ ഒക്കെ വീഡിയോ എടുക്കുന്ന രീതി മാറുന്നു, ഇവരിട്ട വസ്ത്രം കണ്ടോ എന്നുള്ള തരത്തിലുള്ള ടൈറ്റിലുകൾ വരുന്നു. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, ഭയങ്കര ഡിസ്റ്റർബ്. അതേ ഈ പറയുന്ന പാപ്പറാസി, നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എടുത്താൽ അങ്ങനെയുള്ള സാധനങ്ങളെ വരാറുള്ളൂ. മലയാളിയുടെ സ്വീകരണ മുറിയിലെ സ്ഥിര വാർത്താമുഖമായ അളകനന്ദയാണ് ഇന്ന് ഓണം സ്പെഷ്യൽ അഭിമുഖത്തിൽ വൺ ഇന്ത്യയോടൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. കൂടുതൽ ഓണവും ഓണാഘോഷവും ചാനൽ മുറികളിൽ ആഘോഷിച്ച ഓർമ്മയായിരിക്കും കൂടുതലായി ഉണ്ടാവുക എന്ന് തോന്നുന്നു. അത്തം 10-നും 10 സെറ്റ് സാരികൾ വൃത്തൊക്കെ ഒരുങ്ങാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം എന്താണ് ഓർമ്മയിൽ ചാനൽ ഓണം? ചാനലിലെ ഓണം ഓർമ്മകൾ നമ്മളുടെ ഓണം സെലിബ്രേഷൻ തന്നെയാണ്. പിന്നെ അല്ലാതെ സെലിബ്രേഷൻ ഗംഭീരമായിട്ട് ഒരു ദിവസം ആഘോഷിക്കും. ഡ്യൂട്ടി ഉള്ളവർ അപ്പോഴും ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ. അത് ഗംഭീരമായിട്ട് ആഘോഷിക്കും. സദ്യയൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ആ ഒരു ദിവസം എക്സ്ട്രാ കുറച്ച് ജോലി സമയം വേറെ ഉള്ളവരാണെങ്കിൽ നേരത്തെ വന്നാത്ത പൂക്കളമൊക്കെ ഇട്ട് കോമ്പറ്റീഷനാണ്. അതിന് സമ്മാനം കിട്ടുന്നവർ തമ്മിൽ അടിയാണ്. അതൊക്കെ നടക്കാറുണ്ട്. പിന്നെ ചാനലിലെ ഓണം എന്ന് പറയുന്നത് എപ്പോഴും ചാനലിനൊപ്പമാണ്. ലീവ് എടുക്കാനാണല്ലോ ബുദ്ധിമുട്ട് ആ സമയത്തൊക്കെ. അതുകൊണ്ട് ലീവ് എന്ന് പറയുമ്പോൾ അവിടെ അറ്റാക്ക് വരും ആർക്കെങ്കിലുമൊക്കെ. അതുകൊണ്ട് മിക്കവാറും ഓണങ്ങളെല്ലാം ചാനലിനൊപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ അത്തം 10 ദിവസവും 10 തരം സാരിയിൽ നിങ്ങളെ കാണാമെന്നുള്ളത് ന്യൂസ് റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏത് വസ്ത്രം ധരിക്കുന്നു, ഏത് തരം സാരി ഉടുക്കുന്നു, ഇന്ന് എന്ത് കമ്മലിടുന്നു, ഇതൊക്കെ കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഓഡിയൻസ് ഉണ്ടായിരുന്നു. അത് ദൂരദർശൻ കാലം തൊട്ടേ അനുഭവം ഉണ്ടാവുമല്ലോ. ആ ഒരു മെമ്മറി എങ്ങനെ ഇപ്പം ഓർക്കുമ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരുങ്ങി വരണം എന്നുള്ളൊരു ആഗ്രഹം കൂടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ, ഇത്രയധികം പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ? അതൊക്കെ ഒരു മെമ്മറി മാത്രമാണ്. ഇപ്പൊ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ടു മെനി ചാനൽസ്, ഒരുപാട് ചാനലുകളായി, ഒരുപാട് ആൾക്കാരായി. ആ തരത്തിലൊരു കോമ്പറ്റീഷൻ നിങ്ങൾ റീഡേഴ്സിനിടയിൽ ഉണ്ടാവാറുണ്ടോ? അന്നോ ഇന്നും അങ്ങനെ കോമ്പറ്റീഷൻ എനിക്ക് തോന്നില്ല. കോമ്പറ്റീഷൻ ഉണ്ടോന്ന് അറിയില്ല. ഓരോരുത്തരും അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇടുക. പിന്നെ എല്ലാം നമുക്ക് ഇപ്പം ശരിക്കും ഇടുന്ന സാരികളെല്ലാം ചാനലിന്റെ ഒരു ഡിസൈനർ ഉണ്ടാവും, അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓണത്തിന്റെ സെലിബ്രേഷൻ ടൈമിൽ മാത്രമാണ് നമ്മൾക്ക് സ്വന്തം ഇടാൻ പറ്റും. പക്ഷെ അത് നേരത്തെ കൊണ്ടുവന്ന് ക്യാമറ ടെസ്റ്റ് ചെയ്ത് ഒക്കെയാണ് ഇടാൻ പറ്റുന്നത്. പണ്ടത്തെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഒരുപാട് പക്ഷേ ഗോഡി ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒന്നും ഇടരുതെന്നുണ്ടായിരുന്നു. സാരികളായാലും ഇടാൻ പാടില്ല. അങ്ങനത്തെ ദൂരദർശനിൽ അങ്ങനെ ചില റൂളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ടൈറ്റ് ഫ്രെയിം അല്ലേ, എല്ലാം ടൈറ്റ് ഫ്രെയിം ആണ്. അപ്പോൾ യു ഹാവ് ടു കീപ് യുവർ ഇത് ഡൗൺ എന്നുള്ള, വാർത്തകളെ കവച്ചു വെച്ച് നിങ്ങളുടെ വേഷം എത്ര അറിയാൻ പാടില്ല. ഇപ്പോൾ പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വൈഡ് ഫ്രെയിംസ് ആണ്, അങ്ങനെ ഒരു പ്രശ്നമേ ആവുന്നില്ല എന്ത് വേഷം ഇട്ടാലും. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്ന വേഷങ്ങൾ ധരിക്കാറുണ്ടെന്ന് തോന്നുന്നു റീഡേഴ്സ്. ഇപ്പോഴും അത് ശരിയാണ്. ഇപ്പം വേഷത്തിൽ കുറെ കൂടെ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സ്വന്തം ഇഷ്ടമല്ല, എപ്പോഴും അത് മോണിറ്റേർഡ് ആണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് വേഷവും ഇടാവുന്നുണ്ട്. പണ്ടൊക്കെ സാരി മാത്രമേ പാടുള്ളായിരുന്നു, വേറെ ഒന്നും ഇടാൻ സമ്മതിക്കില്ല. പതുക്കെ അത് സൽവാറിലോട്ട് കയറി. പിന്നെ ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് വെച്ചാൽ അതിടാം. ദൂരദർശനിലെ ഓണം എങ്ങനെയാ ശരിക്കും ഓർമ്മ? ഇപ്പോൾ ദൂരദർശനിലെ ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികൾ കാണാൻ നമ്മൾ ദൂരദർശൻ കാത്തിരുന്നൊരു കാലമുണ്ട്. ആ സമയത്ത് ഇടയ്ക്കൊരു സമയം വാർത്ത വരും. ആ വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും? ദൂരദർശനിലെ ഓണവും പിന്നെ തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. രസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു രീതിയേ അല്ല. അന്ന് വാർത്തകൾ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. ഇപ്പം ഓണം ആയാലും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ബുള്ളറ്റിൻ ഉണ്ടാവും. ഇടയ്ക്ക് ഒക്കെ അതൊക്കെ സിനിമകളുടെ ഇടയ്ക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വാർത്ത കാണുമെന്നുള്ളത് ഉറപ്പില്ല. ചിലപ്പോൾ അതായിരിക്കും അവരുടെ ബ്രേക്ക്. ആ വാർത്ത വരുന്ന സമയത്തായിരിക്കും അവർ എഴുന്നേറ്റ് കഴിക്കാനോ ഒക്കെ പോകുന്നത്. പക്ഷെ എന്നാലും അത് ഞങ്ങൾക്കൊരു രസമായിരുന്നു. സിനിമകളുടെ ഇടയ്ക്ക്
വാർത്ത വരും, ഒരു 5 മിനിറ്റ്. തെരഞ്ഞെടുപ്പായാലും അങ്ങനെയാണ്, സിനിമകളാണ് ത്രൂ ഔട്ട് റൺ ചെയ്യുക, പരസ്യം പോലെ ഇടയിൽ വാർത്ത കയറി വരും. പരസ്യം പോലെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ഹെഡ്ലൈൻസ്, അതായത് തെരഞ്ഞെടുപ്പിന്റെ അപ്ഡേറ്റ്സ്. അപ്പൊ അതൊക്കെ ഒരു ആഘോഷമായിരുന്നു അന്ന്. സ്പെഷ്യൽ സ്റ്റുഡിയോയിൽ, മറ്റേ വലിയ സ്റ്റുഡിയോയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ ഒറ്റ ആങ്കർ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് വലിയ സ്റ്റുഡിയോയിൽ ട്വിൻ ആങ്കേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഗസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ വേറൊരു എക്സ്പീരിയൻസ്. ഇന്നതൊക്കെ വളരെ കോമൺ ആയി. ഈ ഓണദിനത്തിൽ ഇപ്പം ഓരോ വർഷവും മാധ്യമങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പം ഈ ഓണത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് കൊടുക്കും, അങ്ങനെ ഒരു മത്സരം എല്ലാ തവണയും നടക്കുന്നത്. ഇപ്പോൾ മത്സരം കൂടി വരുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ ഒരു ശരിക്കും മീഡിയ റൂമുകളിൽ നടക്കുന്ന തയ്യാറെടുപ്പ്, ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ, അത്തരം സ്പെഷ്യൽ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? അത് കുറേ നാൾ മുമ്പ്, ഒരു മാസം മുമ്പേ അതിൻ്റെ ഐഡിയാസ് ഇൻവൈറ്റ് ചെയ്ത് മെയിൽ വരും, എന്താണ് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഏഷ്യനെറ്റിൽ, ഇപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസിലാണെങ്കിൽ നമുക്ക് നല്ല ഫ്രീഡമാണ്, യു ക്യാൻ സജസ്റ്റ് എനിത്തിങ്. എന്നിട്ട് അത് നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മിക്കവാറും അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നൊരു ഇതുണ്ടായിട്ടില്ല. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയാസാണ്, നിങ്ങളുടെ കാര്യങ്ങളാണ്, അപ്പോൾ യു ക്യാൻ എക്സിക്യൂട്ട് എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ. ഐഡിയാസ് ഇൻവൈറ്റ് ചെയ്ത് മെയിൽ വരും. പിന്നെ എന്തൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ചെയ്യാൻ എല്ലാവരും കൂടെ പൂളിങ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നല്ലതെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കും, ഓരോരുത്തരെ ഡെപ്യൂട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ക്യാമറ ടീംസായി, പിന്നെ എഡിറ്റ് സൂട്ടായി, അതിനൊക്കെയാണ് അടി നടക്കുന്നത്. എഡിറ്റ് സൂട്ടുകൾ കിട്ടാനും ഒക്കെയാണ് അടി നടക്കുന്നത്. പിന്നെ ഷൂട്ട്, ഡേറ്റ്സ്, ഒരു ആഘോഷമാണ്. എല്ലാ സെലിബ്രേഷൻ സമയങ്ങളും വരും, ഓണമായാലും ക്രിസ്മസ് ആയാലും അതുമൊക്കെ ഒരു ആഘോഷമാണ്. ഒരു ജേർണലിസ്റ്റ് ആവണമെന്ന ആഗ്രഹത്തോടു കൂടി ന്യൂസ് റീഡിങ് തുടങ്ങിയ ഒരാളല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും കരിയറിൽ ഇത്രയും നാളത്തെ ഒരു മീഡിയ അനുഭവം നിൽക്കുകയാണ് വാർത്ത അവതാരികയായിട്ട്. അപ്പോൾ ആ ഒരു അനുഭവം ഇപ്പോൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ ഒരു പ്രൊഫഷനെ മനസ്സിലുണ്ടായിരുന്നില്ലാത്ത ഒരാൾക്ക്? ഭയങ്കര റെവല്യൂഷണറി ചേഞ്ചസ് ആണ് ഞാൻ നടന്നിട്ടുള്ളത്. എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ വെറും ഒരു ഹോബി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നതാണ്. അപ്പം അത് അന്ന് ഞാനത് സീരിയസ് പ്രൊഫഷനായിട്ട് എടുക്കുമെന്നോ എനിക്ക് അതിനോട് അങ്ങനെ ഒരു അഭിനിവേശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൂരദർശനിലായിരുന്നപ്പോൾ ഭയങ്കര ടെൻഷനുമാണ്. എന്നുവെച്ചാൽ വല്ലപ്പോഴും ഈ മാസത്തിൽ 6 ദിവസമൊക്കെ കാണുള്ളൂ റീഡിങ്. അപ്പോൾ ഓരോ തവണയും കുടപ്പനക്കുന്നിൻ്റെ കയറ്റം കയറി ആ ടവർ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എനിക്ക് വയ്യ ഈ ടെൻഷൻ, ഇന്ന് എൻ്റെ അവസാനത്തെ റീഡിങ്, ഇതോടുകൂടി ഞാൻ മതിയാക്കും എന്ന്. പക്ഷെ പിന്നെയും അതിങ്ങനെ അങ്ങ് പോകും. അപ്പം അന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, എങ്ങനെയൊക്കെയോ അങ്ങ് സ്ഥിരമായതാണ്. അതങ്ങ് ചൂസ് ചെയ്തു. പിന്നെ എനിക്കൊരു നോർമൽ ഓഫീസ് വർക്കിനോടൊരു മടിയുണ്ടായിരുന്നു, ഒരു 9 to 5 ജോബ്, അതിനോടൊരു മടിയുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇതിനകത്തങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചത്. ഇതാകുമ്പോൾ വെറൈറ്റിയാണ്, വെറൈറ്റിക്ക് ഒരു കുറവുമില്ലല്ലോ. അതെ, ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ. അതെ, ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ്, ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്. ഈ ഒരു ജേർണിയിൽ അനലോഗ് ടു ഡിജിറ്റൽ ആയി മാറിയത്, എയുടെ വരവ്, അതിന് തൊട്ട് എത്രയോ റീഡിങ്ങിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം കൺമുന്നിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ളതാണല്ലോ. അപ്പം ഇപ്പം വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് ഈ ജേർണലിസം പഠിച്ചു വരുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? ശരിക്കും ഇത്ര സീനിയറായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം ഞാനൊക്കെ അന്ന് കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് തീരെ കഷ്ടപ്പാടില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ വന്നിട്ടുണ്ടോ മനസ്സിൽ? അത് തോന്നാറുണ്ട്. അവരുടെ എഫേർട്ട് എത്രത്തോളം തോന്നിയിട്ട്? അതാണ് എഫേർട്ട് അന്ന് വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പം ഇത് എന്ത് പ്രയാസമാണെന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അപ്പം അന്നത്തെ പ്രയാസമൊക്കെ ആരറിഞ്ഞു എന്ന്. അതെല്ലാവർക്കും ഉള്ളതാണ്, ഞങ്ങളുടെ ആ ഒരു ജനറേഷന് മുഴുവനുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അനലോഗ് എന്ന് പറയുന്ന ആ ഒരു എഡിറ്റ് തന്നെ, ആ ഒരു ഫോമാറ്റ് തന്നെ ഭയങ്കര പ്രയാസം. എല്ലാം മാനുവലി അല്ലേ ചെയ്യുന്നത്. ഇപ്പം ഏജൻസി വിഷ്വൽസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ടേപ്പ് ഇട്ട് ക്യൂ ചെയ്ത് എടുത്ത് പിന്നെ അതിൻ്റെ വിഷ്വൽ തിരിച്ചെടുക്കണം, ഇതേപോലെ അത് ടേപ്പ് മുഴുവൻ റൺ ചെയ്ത് കണ്ടുപിടിക്കണം. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒരു സിസ്റ്റത്തിൽ വരും, അത് വിഷ്വലിൻ്റെ സ്ലഗ് നോക്കി സെലക്ട് ചെയ്യും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയി. അപ്പോൾ ആ ഒരു വ്യത്യാസം ഭയങ്കരമാണ് എല്ലാ കാര്യത്തിലും. ഈ പറഞ്ഞ പോലെ പിന്നെ ഈ വെർച്വൽ സെറ്റ് വന്നു, ഒരു ഗ്രീൻ മാറ്റഡ് ഇതിൽ നിന്ന് വായിച്ചാൽ മതി എന്നായി. മറ്റത് അങ്ങനെയൊന്നും അല്ല, സെറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. ഫ്ലെക്സ് കാർഡുകളായിരുന്നു, ഫ്ലെക്സ് ആയിരുന്നു ആദ്യമൊക്കെ. ആ ഒരു മാറ്റങ്ങളൊക്കെ ഭീകരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്, ആ ഒരു ചേഞ്ചസ് എന്തുമാത്രമാണ്. അത് ശരിക്കും എൻ്റെ ജനറേഷന് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. അതൊക്കെ പേപ്പറിൽ എഴുതി ഇങ്ങനെ നോക്കി വായിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ടൈപ്പ് ചെയ്യുന്ന ചേഞ്ചസ് പോലും ഞാൻ വായിക്കുന്ന പ്രോംപ്റ്ററിൽ വരിക എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്കലി വന്നൊരു മാറ്റത്തിനപ്പുറം റീഡേഴ്സിന് സംഭവിച്ചൊരു മാറ്റമുണ്ട്. പക്ഷെ അത് അധികം പ്രകടമാക്കാത്തൊരു ആങ്കറാണ് ശരിക്കും താങ്കൾ. അപ്പം ആ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമില്ല എന്നൊരു തോന്നൽ കൂടി തോന്നിപ്പിക്കുന്ന ഒരു ആങ്കർ കൂടിയാണ്. അതിലെന്താ തോന്നിയിട്ടുള്ളത്? അത് എനിക്കറിയില്ല അങ്ങനെ അത്യാവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പക്ഷെ എനിക്കത് പറ്റില്ല എന്ന് എനിക്കറിയാം.
ഞാൻ അങ്ങനെ എനിക്ക് പറ്റില്ല. എനിക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ അന്നൊക്കെ സ്റ്റഡി ആയിട്ടിരുന്ന് വായിക്കുക, ഡെലിവറി ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് തന്നിരുന്ന ദൗത്യം. പിന്നെ മിഷൻ അതായിരുന്നു. യു ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ്. വായിക്കാനുള്ളത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഞങ്ങൾ തരും എന്നല്ലായിരുന്നു. നമുക്ക് ദൂരദർശനിൽ പക്ഷേ സജഷൻസ് പറയാം. നമ്മളുടെ കംഫർട്ട് അവർ ഒരുപാട് നോക്കും, വാക്കുകളായാലും സെന്റൻസ് കൺസ്ട്രക്ഷൻ ആയാലും. ഇപ്പൊ പക്ഷെ അങ്ങനൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ ഒരു കംഫർട്ട് ലൈവായിട്ട് നമ്മൾ തോന്നുന്നു പറയാമെന്നുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, സ്പേസ് ഉണ്ട്, എന്ത് പറയാമെന്നുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ കംഫർട്ട് നോക്കിയിട്ടൊരു സ്ക്രിപ്റ്റ് അടിക്കാന്നൊരു സംഭവം ഇല്ല ഇപ്പം. അത് എങ്ങനെ ഡെലിവറി ചെയ്യുക, യു ഹാവ് ടു എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താം, അങ്ങനെയുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആങ്കറിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇംപ്രോംപ്റ്റു ആണ്. എല്ലാം ഇംപ്രോംപ്റ്റു ആണ്. ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയണം, പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ നമുക്ക് എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും, അത് മാത്രം ഡെലിവർ ചെയ്താൽ മതി. ഇപ്പൊ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നു, അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഓഫ് ഹാൻഡ് പറയേണ്ടി വരും. പണ്ട് ഈ ദൂരദർശനിലെ തെറ്റുകൾ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആങ്കേഴ്സിനെ ചോദ്യം ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിലെ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് വരാൻ പാടില്ല, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ട വരും, സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുവരുടെ എന്നൊക്കെ എന്നെ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയ സമയത്ത് ന്യൂസ് റീഡിങ്ങിനോട്. അപ്പോൾ അതിലേക്ക് എന്താ വസ്തുത? അങ്ങനെയൊന്നുമില്ല, ഫൈൻ അടയ്ക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഗ്രേഡിംഗ് ഉണ്ട്, ഓരോ റീഡിങ്ങിനും ഗ്രേഡിംഗ് ഉണ്ട്. ആ ഗ്രേഡിംഗ് അനുസരിച്ചായിരിക്കും അടുത്ത മാസത്തെ ഷെഡ്യൂൾ വരെ ഇടുന്നത്. ഇപ്പം ഗ്രേവ് ആയിട്ടുള്ളൊരു എറർ വരുത്തി അടുത്ത മാസത്തെ ഷെഡ്യൂളിൽ നമ്മൾ അത് റിഫ്ലക്ട് ചെയ്യും, അത് കുറയും, റീഡിങ് കുറയും. പിന്നെ വഴക്ക് പറയും, നല്ല വഴക്ക് പറയും. നല്ല ഗ്രേവ് ആയിട്ടുണ്ടെങ്കിൽ നല്ലത് കിട്ടും. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ലൈക്ക് അവരിങ്ങനെ നമ്മളെ വഴക്ക് പറഞ്ഞ് തെറിപ്പിക്കും, അങ്ങനൊന്നുമില്ല. ബൈജു ചന്ദ്രൻ സാറും പിന്നെ രവീന്ദ്രൻ, എൻ കെ രവീന്ദ്രൻ അല്ല, സോറി, രവീന്ദ്രൻ സാറ്. കെ രവീന്ദ്രൻ ഇവിടുത്തെ ആളാണ്. അങ്ങനെ കുറേ പേരായിരുന്നു. അൻവർ, ചാമിയർ, അതൊരു ടീമാണ്, ന്യൂസ് ടീം. അത് എപ്പോഴും സ്ഥിരം ടീമാണ്. TN ഗോപകുമാർ സാറിന്റെ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഈ വാർത്താ വായനയിൽ ഉണ്ടായിട്ടുണ്ട് തുടക്കകാലം തൊട്ട്? TNG ഉണ്ടായിരുന്നപ്പം TNG ഒരു എല്ലാം കറക്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു, നല്ലൊരു എഡിറ്ററായിരുന്നു. നല്ലൊരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന്, ഹി വാസ് ആക്സസിബിൾ. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ചോദിക്കുകയും പറയുകയും ചെയ്യാം, എന്ത് സംശയം വേണമെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കാൻ പറയുകയും ചെയ്യാം. പിന്നൊന്ന്, പുള്ളി എല്ലാം ശ്രദ്ധിക്കും, എല്ലാ ബുള്ളറ്റിൻസും. ആദ്യമൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇതിനും ഡെസ്കിൽ വന്ന് എന്താണ് ഹെഡ്ലൈൻസ് എന്നുള്ളത് അറിഞ്ഞ് അത് കറക്റ്റ് ചെയ്തൊക്കെ പോകുമായിരുന്നു. പിന്നെ ഈ കണ്ടിന്യൂസ് വാർത്തയായപ്പോഴാണ് അത് പോസിബിൾ അല്ലാതെ വന്നത്. കണ്ടിന്യൂസ് 24 hours ആയപ്പോഴത്തേക്ക് അത് പോസിബിൾ. എന്നാലും മെയിൻ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് TNGക്ക് അയച്ചു കൊടുത്ത് അപ്രൂവൽ വാങ്ങിച്ച് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് പറയുകയോ, പിന്നെ TNG തന്നെ വരും, ഇങ്ങനെയൊക്കെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ എപ്പോഴും ഹി വാസ് ദെയർ. ആ ഒരു മെന്റർ, ഗൈഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു എല്ലാവർക്കും. ഈ പണ്ടത്തെ നമ്മുടെ ദൂരദർശന്റെ കാലം തൊട്ടേ സൂര്യ TV തുടങ്ങിയ സമയത്തും ഒക്കെ വാർത്തയ്ക്ക് ഒരു ഇത്ര സമയമുണ്ടായിരുന്നു, അതിനപ്പുറം എല്ലാം മറ്റ് പരിപാടികളായിരുന്നു. ഈ 24 hours ന്യൂസ് ചാനൽ എന്നുള്ളത് ആ ഒരു ഇത് വന്നതിന് ശേഷം ജോലി എത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും? സ്ഥിര ജോലി എന്നുള്ളൊരു സംഭവത്തേക്ക് വന്നപ്പോഴല്ലേ ആണ് 24 hours വന്നത്. പിന്നെയാണ് സ്ഥിരം ജോലി. അതായത് ഇപ്പം നോൺ സ്റ്റോപ്പ് ആണ്. ഭക്ഷണം കഴിക്കാൻ നമ്മളുടെ ഡ്യൂട്ടി പോയിന്റിൽ നിന്ന് ഒരാളിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, ചായ കുടിക്കാനായാലും 5 മിനിറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടാണ്. അതിനകം തിരിച്ച് വന്നേ പറ്റൂ, അല്ലെങ്കിൽ ആ ഡ്യൂട്ടി പോയിന്റിൽ അത്രയും സമയം ആളുണ്ടാവില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ ആങ്കേഴ്സ് ഒക്കെ എപ്പോഴും ഓൺ എയർ കയറാൻ റെഡി ആയിക്കോണം. ഇപ്പം ഒരു ബുള്ളറ്റിൻ വായിച്ച് ഇറങ്ങി ചിലപ്പോൾ വല്ലപ്പോഴും പോകുന്നൊരു പ്രോഗ്രാം ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്. പക്ഷേ അപ്പോഴും ഇടയ്ക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു സംഭവം വന്നോണം കയറിക്കോ എന്ന് പറയും. പിന്നെ ഓവർ നൈറ്റ് കണ്ടിന്യൂ ചെയ്യും. ചിലപ്പം എവിടെയെങ്കിലും ആന ഇറങ്ങി, അല്ലെങ്കിൽ ഒരു മേജർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, എന്തെങ്കിലും സംഘർഷം നടക്കുന്ന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും ഓവർ നൈറ്റ്. ഇപ്പം പ്രളയം വന്നപ്പോഴൊക്കെ 48 hours നമ്മളെല്ലാം നോൺ സ്റ്റോപ്പ് പോയില്ലേ, അതേപോലെ നോൺ സ്റ്റോപ്പ് എല്ലാത്തിനും ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്ര എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഉണ്ടാവുന്ന അവിടുത്തെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം ഒരു സമയത്ത് ന്യൂസ് റൂമിൽ മാമിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആരോ പറഞ്ഞു കേട്ടൊരു അനുഭവമുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ക്യാമറ ഓൺ ആയപ്പം ടേബിളിൻ്റെ മുകളിൽ ഒരു പേപ്പർ കിടപ്പുണ്ടായിരുന്നു. അപ്പം മാം അത് ഭയങ്കര കാഷ്വലായിട്ട് പേപ്പർ തള്ളി താഴെ ഇട്ടിട്ട് വാർത്ത തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ ആ സമയത്ത്
ടെൻഷൻ അടിക്കുന്നുണ്ടോ, അയ്യോ ടേബിളിൽ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് മാം ഭയങ്കര ജെന്റിലായിട്ട് അതങ്ങ് ഇട്ടിട്ട് വാർത്ത വായിച്ചു. അപ്പൊ ഭയങ്കര കൂളായി ആളെന്ന്. അങ്ങനെ അത്തരം ഇതൊക്കെ ഈ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാവുന്ന കുറച്ച് സാധനങ്ങളായിരിക്കുമല്ലോ. അത് എക്സ്പീരിയൻസിന്റെ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയുന്ന ആ ഒരു പഴയ കാലത്ത് നിന്ന് തുടങ്ങിയതായതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല, അങ്ങനെയൊക്കെ വരുന്ന ഒരു വിഷയമല്ല. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ യങ്ങർ ജനറേഷൻ, റിമയുടെ അവരും പിന്നെ ഇപ്പോൾ ഉള്ള യങ്ങർ ജനറേഷനും ഒക്കെ എന്നെ പറ്റി അങ്ങനെയാണ് പറയാറ്. എന്ത് സംഭവിച്ചാലും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. കൂളാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ടെൻസ്ഡ് ആവുകയോ സ്ട്രെസ്ഡ് ആവുകയോ ഒന്നും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല പൊതുവെ ഒന്നിനും. അത് പക്ഷെ ഒരു പോസിറ്റീവ് സാധനമായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പോസിറ്റീവാണ്. ഇപ്പൊ ഈ ചാനലുകളിൽ അലർച്ച നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ, പ്രളയം വരുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രളയം ഉണ്ടായി എന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്താ അവതരണമാണ് കാണുന്നത്. അപ്പൊ അതിൽ നിന്നപ്പുറം ഇന്ന സ്ഥലത്ത് പ്രളയം ഉണ്ടായി എന്ന് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ ഇത്തരം വാർത്ത വേണമല്ലോ. അപ്പൊ അത് തോന്നിയിട്ടില്ലേ ശരിക്കും? അതുകൊണ്ടായിരിക്കും ഞാനിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ രണ്ടും വേണമല്ലോ, രണ്ട് എക്സ്ട്രീംസും വേണമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കും. അല്ലാതെ ഈ ഒരു ട്രെൻഡിനൊപ്പം ഒഴുകി പോകുന്ന ഒരാളല്ല ഞാൻ. അത് ഇനിയോട്ട് ഒഴുകിയില്ല എന്ന് എന്റെ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടായിരിക്കും രണ്ടും വേണം, രണ്ടും കേറ്റർ ചെയ്യാൻ ആള് വേണം എന്നുള്ളത് കൊണ്ടായിരിക്കും. എനിക്ക് മറ്റേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒച്ചയിട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ. ന്യൂസ് റൂമുകളിൽ ശരിക്കും ഡ്രാമ പാടുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അത് ക്രിറ്റിസിസം ആയിട്ടൊന്നും തോന്നുന്നുണ്ടോ? ഒരു അഭിപ്രായം പറയാലോ, തോന്നുന്നുണ്ടോ? ന്യൂസ് റൂമിൽ ഡ്രാമ വേണ്ടെന്നാണ് ഞാൻ പഠിച്ച രീതി. ദൂരദർശനിൽ ബൈജു ചന്ദ്രൻ സാറൊക്കെ പറയുന്നത് ഓവർ റിയാക്ഷൻസ് വേണ്ട. റിയാക്ഷൻസ് ചെറുതായിട്ടാവാം, പക്ഷെ ഓവർ ആവരുത്. യു ആർ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ പീപ്പിൾ വാട്ട് ഹാപ്പൻ, അത്രയും മതി. അപ്പം ഞാനത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് പോകുന്നില്ല. എന്നാലും ചില വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ ഫീൽ ചെയ്യും, അത് ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പം അതിനും ഓഡിയൻസ് ഉണ്ട്. അതിനും ഓഡിയൻസ് എന്നല്ല, അതിനാണ് കൂടുതൽ ഓഡിയൻസ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ ഏത് ചൂസ് ചെയ്യണം? നമ്മൾ ടൈറ്റ് കോമ്പറ്റീഷൻ നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭാഗത്ത് കോമ്പറ്റീഷനിൽ അവർ വിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനപ്പുറം ഇപ്പം അവരുടെ ഗുഡ് വില്ലുണ്ടാവുന്ന ഒരു ഡാമേജ് ഉണ്ടല്ലോ. അത് ശരിക്കും എങ്ങനെയാ വാർത്താ ചാനലുകൾക്ക് അതൊരു പ്രശ്നമല്ലാന്നുണ്ടോ? റേറ്റിംഗ് മാത്രമാണ് ഗുഡ് വിൽ ഉണ്ടാവുന്ന ഡാമേജ്. അതായത് ഇത്രയും ആളുകൾ ഇതിനെ കാണുന്നുണ്ടെങ്കിലും ഇവർ നെഗറ്റീവ് കമന്റ്സിനാണല്ലോ കൂടുതൽ സ്പേസ് അവർ ഉപയോഗിക്കുന്നത്. അതിനുണ്ടാവുന്ന അത് പ്രശ്നമല്ല. എനിക്കത് പ്രശ്നമാണ്. പക്ഷേ എനിക്ക് അറിയില്ല, മേ ബി ലൈക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെട്ട വ്യക്തികൾ പെർസ്പെക്റ്റീവ്, അവരുടെ പെർസ്പെക്റ്റീവിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലേ? അത് നമ്മൾ ഓൺലൈനിൽ ഒരുപാട് കാണുന്നതാണ്. അങ്ങനെയുള്ള കമന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റീലുകൾ ക്രിയേറ്റ് ചെയ്തിടുന്നത് നെഗറ്റീവ്, ദേ എൻജോയ്. ചാനലിനുണ്ടാകുന്ന ഈ ഒരു ഗുഡ് വിൽ ഡാമേജ് എനിക്ക് തോന്നുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അത് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഗുഡ് വിൽ ഡാമേജ് അവർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. സോ ദേ ട്രൈ ടു കൺട്രോൾ. അത് അവിടുത്തെ ആ ഒരു ആങ്കേഴ്സിൻ്റെയും മനസ്സിൽ അതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഒരു ഗുഡ് വിൽ ഡാമേജ് ഉണ്ടാക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കാറില്ല. പക്ഷെ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് അവിടെ ഉണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെ കാണുന്നില്ല. ഇത് തന്നെ ഇനി എത്ര നാളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഏഷ്യനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യനെറ്റ് ഒരു സമയത്ത് ടോപ്പിൽ നിന്ന് മാധ്യമ സ്ഥാപനമാണ്. അതിനെ കവർ ചെയ്ത് 24 വരുന്നു, അതിനുശേഷം റിപ്പോർട്ടർ ഇപ്പോൾ അതിന് മേലെ പോകുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു ലെവലിലാണ് ഏഷ്യനെറ്റ് നിൽക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇത് തന്നെയാണോ? ഉള്ളിലെന്താ നിങ്ങളുടെ ഒരു ചർച്ചകളിൽ വരുന്ന കാര്യം? ചർച്ചകളിൽ വരുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് വിട്ടിട്ട് ഒരുപാട് അങ്ങ് പോകണ്ട. ഒരു ഇതിൽ പോയാൽ മതി, ഒരു മീഡിയം ഇതിൽ പോയാൽ മതി. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, ശരിയാണ്. ഇപ്പോഴത്തെ ഒരു രീതി എല്ലാം വേറെയാണ്. പക്ഷെ എന്നാൽ പോലും മെയിൻറ്റെയിൻ ആ ഡിഗ്നിറ്റി എന്നുള്ള ഒരു ലെവലിൽ വിട്ട് കളിക്കണ്ട എന്നുള്ളതാണ് അവിടുത്തെ ഒരു പോളിസി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പലപ്പോഴും വേറെ പല പ്രോഗ്രാമുകളെ പോലെ അങ്ങനൊരു അതിനെ വെല്ലുവിളിക്കാനൊരു പ്രോഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തതും അങ്ങനൊരു സ്പേസ് അതിനകത്ത് കൊടുക്കാത്തതും. ഓൺലൈൻ മാധ്യമങ്ങളും സാറ്റലൈറ്റ് ചാനലുകളും തമ്മിലുള്ള വ്യത്യാസം ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. സാറ്റലൈറ്റ് ചാനലുകൾക്ക് പൊതുവെ ഓൺലൈൻ ചാനലുകളുടെ കണ്ടന്റിനോട് വലിയ താല്പര്യമില്ലായ്മയും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ
ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ കവർ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും സാറ്റലൈറ്റ് ചാനലുകളും 3-4 ക്യാമറയും റിപ്പോർട്ടേഴ്സുമായിട്ട് കവർ ചെയ്യുന്നതും, ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കാറിന് പിറകെ ഓടുന്നതും, അത്തരം കാര്യങ്ങളിൽ പിന്നെ മറ്റേ സിനിമ കണ്ടിറങ്ങുന്ന ഓഡിയൻസിൻ്റെ റിവ്യൂ എടുക്കാൻ സാറ്റലൈറ്റ് ചാനലുകളിൽ നിന്ന് ക്യാമറകൾ വരികയും ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം അത് ബോധപൂർവ്വം ഉണ്ടായതല്ലേ? ഓഡിയൻസ് ഇത്രയധികം ഓൺലൈൻ ചാനലുകൾക്ക് ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലും യൂട്യൂബിലേക്ക് നമ്മൾ വീഡിയോ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു അത് ശരിയാണ്, യൂട്യൂബിലേക്ക് വീഡിയോ കൊടുക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ, ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് ഓൺലൈനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കേറ്റർ ചെയ്യുമ്പോൾ വി ഹാവ് ടു കീപ്പ് അപ്പ് വിത്ത് ഇറ്റ് എന്നുള്ളതാണ് അതിനകത്തെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ചില കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുമെങ്കിലും പിന്നെ ഈ സിനിമ റിവ്യൂസ് ഒക്കെ പണ്ടേ ഉണ്ട്. വിജയുടെ സിനിമയൊക്കെ റിലീസ് ആകുമ്പോൾ നമ്മൾ പാലക്കാടൊക്കെ ക്രൂ പോയിട്ടുണ്ട് പണ്ടേ, ഈ ഒരു ഇതിനൊക്കെ മുമ്പ് തന്നെ. വിജയ് വാർത്തയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്, വിജയ്ക്ക് മലയാളികൾ കൊടുക്കുന്ന ഒരു ആരവം എന്ന് പറയുന്നത്. ഇന്നത് എത്ര വാർത്തയാണ് എല്ലാ സിനിമകൾക്കും സംശയമാണ്. അത് ഉണ്ട്, ശരിയാണ്. എല്ലാ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഹൈപ്ഡ് ആവുന്നുണ്ട്, ഒരു കാര്യമില്ലാതെ ഹൈപ്പ് ചെയ്യപ്പെടുന്ന സിനിമകളുണ്ട്. അതിന് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല താനും, പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സ്പേസ് ഹാപ്പൻസ്. ഒളിച്ചോടിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന് എന്നുള്ള ചോദ്യം, അത് ഒരു ജേർണലിസ്റ്റ് ക്യൂവിൽ എങ്ങനെ ചോദിക്കും? ഇത്തരം ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണല്ലോ ശരിക്കും ജേർണലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പം ഈ ഓൺലൈൻ ആങ്കറിങ്ങും ഓൺലൈൻ യൂട്യൂബേഴ്സിൻ്റെ ആങ്കറിങ്ങും ജേർണലിസ്റ്റുകളുടെ ആങ്കറിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണോ തോന്നിയിട്ടുള്ളത്? എന്താ ശരിക്കും പറയാൻ തോന്നുന്നത്? ഒരു പ്രധാനം എന്ന് വെച്ചാൽ മെയിൻ സ്ട്രീം ജേർണലിസത്തിന് എപ്പോഴും ആ സ്ഥാപനത്തിൻ്റെതായിട്ടൊരു ക്രൈറ്റീരിയ ഉണ്ടാവും, അതിനൊരു ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും, അത് വിട്ടിട്ട് പോവില്ല. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ കാണില്ല. ചിലപ്പോൾ ആരും കൺട്രോൾ ചെയ്യാനില്ല. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളോ അങ്ങനെ അവരുടേതായ കണ്ടന്റ്. ഇപ്പം ആർക്കും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ജേർണലിസ്റ്റ് ആവാമെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ അവർ പോസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള കമൻസ് ഇടുന്നു, അവർക്ക് ഒന്നും അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ ആരും കൺട്രോൾ ചെയ്യാനില്ല, അവർക്കൊരു ഐഡിയൽസ് ഇല്ല, ക്രൈറ്റീരിയ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയുന്നു. അപ്പോൾ അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ വ്യത്യാസം. അത് പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു ഡാമേജിങ് ആയിട്ട് തോന്നാറുണ്ട്. കാര്യം ചിലപ്പോഴേ ഈ ഓൺലൈൻ ഞങ്ങൾ മീഡിയ ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരു മൊബൈലുമായിട്ട് നടക്കുന്നവർ പോലും പാപ്പറാസി എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്നവർ ഇപ്പോൾ ചിലപ്പോൾ മെയിൻ ഇതിലേക്കാണ് വരുന്നത്, മെയിൻ സ്ട്രീമിലേക്കാണ് വരുന്നത്. അവർക്ക് എല്ലായിടത്തും ആക്സസ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവരുടെ ബിഹേവിയറും ചിലപ്പം ഈ ഒരു ഇൻഡസ്ട്രിയെ മൊത്തമാണ് ബാധിക്കുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മീഡിയ മുഴുവനാണ്. ഓൺലൈൻ മീഡിയയും നല്ല ഇതുമുണ്ട്, നല്ലതുമുണ്ട്, ഈ ഇങ്ങനെ ക്രൈറ്റീരിയ ഉള്ള ഓൺലൈൻ മീഡിയകളുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ഇന്നത് വേണ്ട ഇന്നത് വേണം എന്ന് പറയാൻ ആളുണ്ട്, അത് മോണിറ്റർ ചെയ്യാൻ ആളുണ്ട്. പക്ഷെ മറ്റത് ഇത് പറഞ്ഞ അൺകൺട്രോൾഡ് അൺബ്രൈഡൽഡ് ആയിട്ട് പോകുന്ന വേറൊരു കൂട്ടരുണ്ട്. പക്ഷെ അവർ ഉണ്ടാക്കുന്ന ഡാമേജ് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇപ്പോൾ പലരെയും ഇന്റർവ്യൂവിൽ ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഈ മൊത്തം നമ്മുടെ മീഡിയ എന്ന് പറയുന്ന എല്ലാവരെയും കൂടി ബാധിക്കുകയും ചിലയിടങ്ങളിൽ ഇവർക്ക് കിട്ടുന്ന ആക്സസ് മറ്റുള്ളവരുടെ ഒരു സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പല വേദികളിലും മൊബൈൽ ക്യാമറകളുമായിട്ട് യൂട്യൂബേഴ്സും ഉണ്ടല്ലോ. അപ്പം സാറ്റലൈറ്റ് ചാനലുകൾക്ക് കിട്ടേണ്ട കണ്ടന്റ് ലൈവായിട്ട് അതേസമയം തന്നെ ഓൺലൈൻ സൈറ്റുകളിലും പോകുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ അവിടെ ശരിക്കും സാറ്റലൈറ്റ് ചാനലുകളായിട്ട് ഓൺലൈൻ ചാനലുകൾക്ക്? അതിനകത്തൊരു കോമ്പറ്റീഷൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ഇപ്പോൾ ഒരു വിഷ്വൽ ലൈവായിട്ട് കാണുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അതിൻ്റെ ഇൻപുട്സ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് വരണ്ടേ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് വരണ്ടേ. ഇപ്പം ലൈവായിട്ട് മുഖ്യമന്ത്രി ഒരു ചടങ്ങിൽ സംസാരിക്കുന്നു, അത് ലൈവായിട്ട് വെറുതെ വിട്ടുകൊണ്ടിരുന്നാൽ അതിന് ഒരു വ്യൂവർഷിപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്തെ ഇൻപുട്സ്, അവിടെ എന്താണ് സംസാരിക്കുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൻ്റെ പ്രതികരണങ്ങൾ എന്താണ്, അതിൻ്റെ പോളിറ്റിക്സ് എന്താണ്, ഇതൊക്കെ പറയാനും ഉള്ള വിവരം കൂടി ഒരാൾ വേണം. അത്രയും വിവരമുള്ള ഒരാളായിരിക്കണം. വെറുതെ ഒരു മൊബൈൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു പഠനമില്ലാത്തത് കൊണ്ടായിരിക്കുമോ ഇപ്പോൾ ഈ നടിമാരൊക്കെ വരുന്ന സമയത്ത് ആക്ട്രസിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്ന രീതി മാറുന്നു, ഇവരിട്ട വസ്ത്രം കണ്ടോ എന്നുള്ള തരത്തിലുള്ള ടൈറ്റിലുകൾ വരുന്നു. അത്തരം റീലുകൾ പല മീഡിയ എന്നായിരിക്കും അവരുടെ പേരിനൊപ്പം കിടക്കുന്നത്. അപ്പം അത് ഡിസ്റ്റർബിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറ്. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, അതേ ഈ പറയുന്ന പാപ്പറാസി. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എടുത്താൽ അങ്ങനെയുള്ള സാധനങ്ങളെ വരാറുള്ളൂ, പാപ്പറാസി ടൈപ്പ്. മുമ്പാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്കായിട്ടൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അവർ കടന്നു കയറുകയാണ്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, ടെറിബിളി ഡിസ്റ്റർബിംഗ് ആണ്. ഇപ്പം ഈ വിഷയത്തിൽ നിന്ന് മാറിക്കിടന്ന ഒരു ജേർണലിസ്റ്റ്, ഒരു സ്ത്രീ ആയിരിക്കുന്ന ഒരു സമയം, തുടക്കകാലം തൊട്ടേ കരിയറിൽ ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ലൈഫും ഈ ജോലിയും കരിയറും തമ്മിലുള്ള
കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു പോയിന്റ് എനിക്കിത് പറ്റില്ല എന്നുള്ളൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? കരിയർ അവസാനിപ്പിക്കേണ്ട വരുമോ എന്നുള്ള ഭയമൊക്കെ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. കാര്യം എനിക്ക് തോന്നുന്നു എനിക്ക് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് അമ്മ ഉണ്ടായിരുന്നു എപ്പോഴും എൻ്റെ കൂടെ, എൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം, ലൈഫ് ലൈനായിട്ട്. അപ്പോൾ ആദ്യം തൊട്ടേ അങ്ങനെയായിരുന്നു. അപ്പോൾ ദൂരദർശനിൽ ഞാൻ വർക്ക് ചെയ്യാൻ കയറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേഴ്സണൽ ലൈഫ് ആകെ പ്രശ്നങ്ങളും ഒക്കെ. പക്ഷെ അന്നൊന്നും എനിക്ക് അതൊരു അവിടെയും നല്ല കോപ്പറേറ്റീവായിരുന്നു ദൂരദർശൻ. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അവരൊക്കെ ദേ യൂസ് ടു സപ്പോർട്ട് മീ ലൈക്ക് എനിത്തിങ്. എന്നുവെച്ചാൽ നിങ്ങളൊന്നും അറിയണ്ട, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു, അങ്ങനെ ഒരു ഇത് തരുമായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ഷീൽഡ് പോലെ അവർ പലതിൽ നിന്നും എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള എനിക്കങ്ങനെ കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ കളയേണ്ട അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവിടെയും അത് തന്നെയാണ്, സൂര്യയിലും അത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴും കൊളീഗ്സിന്റെ അടുത്തുനിന്ന്. അപ്പോഴും ഈ 24 hours നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇതുപോലെ തന്നെ തിരിച്ച് കുട്ടിയുടെ കാര്യത്തിലും വരുമ്പോൾ നമ്മൾ എപ്പോഴും അവർക്കും അവൈലബിൾ ആയിട്ടിരിക്കണമല്ലോ. അവിടെ എനിക്ക് പാളിയിട്ടുണ്ട്. അവിടെ അമ്മയായിരുന്നു പലപ്പോഴും. എൻ്റെ ഒരു മോളാണ് എനിക്ക്, അമ്മയാണ് അവൾക്ക് എപ്പോഴും 24 hours അവൈലബിൾ. അവൾ ജനിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ റിട്ടയർ ചെയ്തു, കോളേജിൽ ലെക്ചറായിരുന്നു. അപ്പോൾ അമ്മയായിരുന്നു ഓൾ ദി ടൈം. അമ്മയായിരുന്നു അവളുടെ 24 hours ഓൺ ആയിട്ടുള്ള ഒരാൾ. അത് ഞാൻ ചെന്നൈയിലായിട്ടുണ്ട്, സൂര്യ ചെന്നൈയിലായിരുന്നു. അന്ന് അവിടെയാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി, അതും ചെന്നൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മാസത്തിലൊരിക്കൽ ഒരാഴ്ച വരുന്ന ഒരു വിസിറ്റർ മാത്രമായിരുന്നു. അവളുടെ കാര്യങ്ങളൊക്കെ, അവളന്ന് സ്കൂളിലാണ്, പക്ഷെ അവളുടെ കാര്യങ്ങൾക്കെല്ലാം അമ്മയായിരുന്നു. പിന്നെ അവളും എനിക്കൊന്ന് കുറച്ചൊക്കെ അങ്ങ് സെൽഫ് സഫീഷ്യൻ്റ് ആയി, ഇങ്ങനെ മാറി നിന്നു. പിന്നെ ഞാനിങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നു, ഒരു 4 വർഷം മാറി നിന്നു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആക്സസിബിൾ ആയിരുന്നു. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു എപ്പോഴും അവൾക്ക് അമ്മയായിരുന്നു, ഒരു നാട്ടിലായിരുന്നു. അപ്പോൾ അമ്മയായിരുന്നു സപ്പോർട്ട് എല്ലാത്തിനും. അവളുടെ കാര്യങ്ങൾ എപ്പോഴും നോക്കിക്കൊടുക്കാനും എല്ലാവർക്കും. ഞാൻ ഈ പറയുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കൽ പോകുന്ന, അല്ലെങ്കിൽ 2 തവണ ചെല്ലുന്ന അമ്മയായിരുന്നു. ഏഷ്യനെറ്റിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയപ്പെടുന്ന പരിപാടി ലോകജാലകം, അതിന്റെ 1000 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ചാനലിന്റെ ഒരു സന്തോഷം നമ്മൾ കണ്ടതാണ്. പല രീതിയിലുള്ള അഭിമുഖങ്ങൾ വരുന്നു, അതിന്റെ ഒരു ട്രെയിലേഴ്സ് പോലുള്ള വീഡിയോകൾ ഇറക്കുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് തോന്നിയിട്ടുണ്ടോ? ആ പരിപാടിക്ക് ഇപ്പോഴും കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ട്. അതുണ്ട്, അതൊരു അച്ചീവ്മെന്റ് ആണ്. അത് ശരിക്കും ഞാൻ വരുന്ന കാലത്തെ ഉണ്ട്. അതിവിടെ ലോകം പോയ വാരം എന്നായിരുന്നു, അന്ന് നീലൻ സാറായിരുന്നു ചെയ്യുന്നത്. ഞാൻ വരുമ്പോ ബീന മന്മഥൻ, ബൈജു സാറിന്റെ സിസ്റ്റർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ലീൻ ചേച്ചി ഇടയ്ക്ക് വെച്ച് ലീവ് എടുത്ത് പോയി, പിന്നെ റിസൈൻ ചെയ്ത്. അപ്പോഴാണ് ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അത് ശരിയാണ്, അതിനിപ്പോഴും കിട്ടുന്ന അങ്ങനെയുള്ള നല്ല പരിപാടികൾക്ക് കിട്ടുന്ന ഒരു വ്യൂവർഷിപ്പാണ് ഇപ്പോഴും ഒരു പ്രതീക്ഷ. കാണാൻ ആളുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ പരിപാടിയാണ് ശരിക്കും. അതാണ്, അത് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്, പോസിറ്റീവ് സൈഡായിട്ട്. ഇപ്പോഴും പീപ്പിൾ അത് കാണാൻ വേണ്ടി സമയം കളയുന്നു, അതിന് അഭിപ്രായങ്ങൾ പറയുന്നു എന്നൊക്കെയുള്ളത് എനിക്കിപ്പോഴും ഒരു ബൂസ്റ്റ് തന്നെയാണ്. ഈ ദൂരദർശൻ സ്കൂളിൽ നിന്ന് കിട്ടിയ കുറച്ച് പാഠങ്ങളുണ്ടല്ലോ, പലരും ഇപ്പോൾ പറയും അത് ഓൾഡ് സ്കൂളാണ്, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഓൾഡ് സ്കൂൾ പരിപാടികൾ ചിലതൊക്കെ നിലനിർത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നതിൽ ആ ചിലതുണ്ട് എന്തൊക്കെയായിരിക്കും? അത് TNG ചെയ്തിരുന്ന കണ്ണാടി എന്ന് പറഞ്ഞൊരു പരിപാടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം പിന്നെ വേറൊരു ചാനലിലും അങ്ങനെ കണ്ടിട്ടില്ല. അതിപ്പോഴും വേണമായിരുന്നു എനിക്ക് തോന്നാറുണ്ട്, TNG ഇല്ല എന്നാലും. പിന്നെ അതുപോലെ തന്നെ അന്വേഷണം എന്ന് പറഞ്ഞ മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദൂരദർശനിൽ. അതേപോലെ ലീനൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അതും ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു, പോളിറ്റിക്സ് ആയാലും അല്ലാത്ത സംഭവങ്ങളായാലും ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനത്തെ ഒരു സർട്ടൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരുന്ന, ഇങ്ങനെ എന്തുമാവാം എന്നുള്ളൊരു രീതി അല്ലാതെ ഒരു സ്റ്റാൻഡേർഡിന് താഴേക്ക് വരാത്ത പ്രോഗ്രാംസ്. കുറച്ചുകൂടി പഠനം നടത്തിയിരുന്നു, കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് ഓഫ് ഹാൻഡ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്ന പ്രോഗ്രാംസ് അല്ലാതെ നല്ലവണ്ണം റിസർച്ച് ചെയ്ത് എഫർട്ട് എടുത്ത് ചെയ്യുന്ന സംഭവങ്ങൾ വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളുടെ ചാനലിൽ തന്നെ ഒരു MG അനീഷ് ഉണ്ട്. അനീഷിന് ഇങ്ങനെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അനീഷ് മരണാനന്തരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം മുമ്പ് ചെയ്തു. പിന്നെ ഗൃഹാതുരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രോഗ്രാംസിന് ഇപ്പോഴും വ്യൂവർഷിപ്പ് ഉണ്ട്. അതൊക്കെ വേണം എന്നുള്ളതാണ്. മാങ്ങാട് രത്നാകരൻ ഉണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. രത്നാകരൻ സാറിന്റെ ഒരു യാത്രയുണ്ടായിരുന്നു, ട്രാവലോഗാണ്. അന്നൊന്നും ട്രാവലോഗ് ഇത്ര ഇല്ല, ട്രെൻഡിങ് അല്ല. പക്ഷെ സാറിന്റെ ട്രാവലോഗിൽ ഭയങ്കര വ്യൂവർഷിപ്പായിരുന്നു. അതൊക്കെ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നിലനിർത്തേണ്ടതാണ്. അതിലൊക്കെ ഇപ്പോഴും ആളുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് പരിപാടികളാണ്, നിലനിർത്തണം എന്ന് തോന്നിയിട്ടുള്ള പരിപാടികൾ.
അതിനപ്പുറം ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ, പണ്ടത്തെ ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ക്വാളിറ്റീസ് നിലനിർത്തണം, ആങ്കേഴ്സ് നിലനിർത്തണം എന്ന് തോന്നുന്ന ചില സാധനങ്ങൾ, അതെന്തൊക്കെയായിരിക്കും? ആങ്കേഴ്സ് നിലനിർത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇല്ല, കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷനിലാണല്ലോ. ഇപ്പൊ പുതിയതായിട്ട് വരുന്നവർ ആരെ അനുകരിക്കണം, അത് അനുകരിക്കണോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടല്ലോ. ഞാൻ എന്നെ പോലെ തന്നെ നിൽക്കണോ, അതോ ചാനലിന് വേണ്ടിയിട്ട് അവരെ പോലെ ചെയ്യണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അതിനൊക്കെ എന്താ ഉത്തരം? അനുകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആരെയായാലും സ്വന്തം സ്റ്റൈല് ഡെവലപ്പ് ചെയ്യുക. പക്ഷെ അത് ഏത് സ്റ്റൈല് വേണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കൺഫ്യൂഷനാണ്. ഈ പറയുന്നത് പോലെ ഡ്രമാറ്റിക് ആവണോ, അതോ എന്നെ പോലെ പാസീവ് ആവണോ? അത് പക്ഷേ ഇറ്റ് ഇസ് ദെയർ ചോയ്സ്. നമുക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് കിട്ടിയ ഇതെന്ന് വെച്ചാൽ കൺട്രോൾഡ് ആവുക, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രമാറ്റിക് ആവാതിരിക്കുക, മെയിൻറ്റെയിൻ യുവർ സ്പേസ്. അത് ഇടിച്ച് വേറൊരിടത്തേക്ക് പോവാതിരിക്കുക. ഒരു ഇന്റർവ്യൂവർ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയായിരിക്കും? പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് അതെൻ്റെ രീതിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ആൾക്കാരെ ശ്വാസം മുട്ടിക്കാറില്ല. ഇന്റർവ്യൂ ചെയ്യുമ്പം ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലേക്ക് ഇടിച്ചു കയറാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരു പ്ലസൻറ്റ് ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അതല്ലാതെ ഇഫ് യു വോണ്ട് ടു ഗ്രിൽ എ പേഴ്സൺ, പിന്നെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പം എന്താണ് ഫേമസ് ആങ്കർ ഉണ്ടല്ലോ, കരൺ താപ്പറിനെ പോലെയൊക്കെയുള്ളവരാണെങ്കിൽ ഹി ജസ്റ്റ് പിയേഴ്സസ് ഇൻസൈഡ്. അപ്പൊ അത് പക്ഷെ അങ്ങനത്തെ ആൾക്കാരെയാണ് ഡീൽ ചെയ്യുന്ന, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലേ. അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ കാര്യം വേറെ. പക്ഷെ അതല്ലാതെ ഒരു പ്ലസന്റ് സാധനമാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ അൺകംഫർട്ടബിൾ സ്പേസിലോട്ട് ഇടിച്ചു കയറാതെ കീപ് യുവർ സ്പേസ് ആൻഡ് ഗിവ് ദം ദെയർ സ്പേസ് എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതാണ്. നമ്മുടെ ബ്യൂറോ മൈക്കുകളുണ്ടല്ലോ, ചാനലുകളുടെ ബ്യൂറോ മൈക്കുകൾ പല മന്ത്രിമാരുടെ അടുത്തും പല സെലിബ്രിറ്റികളുടെ അടുത്തും പോവാറുണ്ട്. ആ മൈക്കിൻ്റെ ഒരു പരിധി എത്രത്തോളം, എവിടെ വരെ അതിന് ചെല്ലാം? ഇപ്പം റീസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ രാഹുലിന്റെ വീടിനുള്ളിൽ രാഹുൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വരെ ക്യാമറയിൽ നമുക്ക് കാണുന്നുണ്ടായിരുന്നു. അത് അയാൾ എത്ര തരം ആരോപണ വിധേയനാണെങ്കിലും അതിന്റെ ഒരു പരിധി എത്രത്തോളം ആയിരിക്കും? പേഴ്സണൽ സ്പേസ് ലംഘിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് അല്ലേ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നാറുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പോകണ്ട. ഇപ്പം എത്രയാണെങ്കിലും ഒരു സ്പേസ് വിട്ടിട്ട് വേണം. അവർക്ക് കൊടുക്കേണ്ട ഒരു ആരോപണ വിധേയനാണ്, ശരിയാണ്. അതിപ്പോൾ ആരായാലും എന്ത് കേസിലായാലും, ഇപ്പോൾ ട്രാജഡി സംഭവിക്കുന്ന വീടുകളിലായാലും ഒരു ഇതിനപ്പുറം പോകരുത്. അത് നമ്മുടെ മരണങ്ങളിൽ കുട്ടി മരിച്ച അമ്മേനോട് ബൈറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്നത്, അത് നമ്മളുടെ അവിടെ ചിലപ്പോൾ റിസ്ട്രിക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യണ്ട, പോകണ്ട അതേക്ക് ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ ഒപ്പം നിൽക്കുന്ന ചാനലുകളിൽ സെയിം ടൈം ഒരു റിമോട്ടിന്റെ ഒരു അമർത്തലിൽ അപ്പുറം പോകും എന്നുള്ള സാഹചര്യത്തിൽ അത് എടുക്കേണ്ടി വരാറുണ്ടോ? എടുക്കേണ്ടി വന്നിട്ടുണ്ടാവണം. അത് ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. നമ്മളുടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് എത്രയും ക്ലോസ്, അവരുടെ എത്രയും അടുത്ത് വരെ പോകാൻ പറ്റുമോ അത്രയും അടുത്ത് പോകുന്ന ഒരു രീതിയുണ്ട്. ദേ ആർ ഹെൽപ്ലെസ്. അവർ ഫീൽഡിൽ നിൽക്കുമ്പോൾ എല്ലാവരും അത് ചെയ്യുമ്പം വേണ്ട, നമ്മൾ നമ്മുടെ സ്പേസ് പാലിക്കാം എന്ന് വിചാരിച്ചിട്ട് പുറകോട്ട് നിൽക്കാൻ പറ്റില്ല. ചോദ്യം വരും. ഇപ്പം ഈ രാഹുലിന്റെ വിഷയം തന്നെ പറയുകയാണെങ്കിൽ കുറച്ചധികം ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ ചാനലുകളിലൂടെ കേട്ടു. രാഹുൽ പറയുന്നു, അപ്പം ഇത്രയും ഗംഭീരമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ശബ്ദത്തിൽ തന്നെ നമുക്ക് ഓഡിയോ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാലത്ത് ചാനലുകൾ പുറത്തുവിടുന്ന വീഡിയോകളല്ല ഓഡിയോകളിൽ എത്രത്തോളം ആധികാരികത ചെക്ക് ചെയ്യാറുണ്ട്? അത് പരിശോധിച്ച ശേഷം പരിശോധിച്ചിട്ടേ വിടുള്ളൂ. നമ്മളുടെ അവിടെ അങ്ങനെയാണ്, കിട്ടിയത് എന്ത് മേറി പോകാന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പം ലേറ്റ് ആവാറുണ്ട്. ഇത് കൊടുക്കാനോ ഇടാനോ ഒക്കെ ലേറ്റ് ആവാറുണ്ട്. ഏഷ്യനെറ്റിനെ സംബന്ധിച്ചാണോ അതോ മറ്റു ചാനലുകൾ? ഏഷ്യനെറ്റിനെ അവിടെ നടക്കുന്ന ചെക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻറ്റയർലി ആരെങ്കിലും എന്തെങ്കിലും അയച്ചു എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ ഒരു വീഡിയോ ആയാൽ പോലും എന്തായാലും അത് ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. മറ്റു ചാനലുകൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? ചെയ്യേണ്ടതാണ്. എത്രത്തോളം അവിടെ അത് പ്രാവർത്തികം എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യുമായിരിക്കും, അല്ലാതെ മണ്ടത്തരാവില്ലേ മറ്റത്. അവസാനം പിന്നെ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറ്റവാളികൾ. അങ്ങനെ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ എന്തോ ഒരു വീഡിയോ ഒരു ചെറിയ പ്രശ്നമായില്ലേ, പ്രശ്നമല്ല ഇതുപോലെ തമാശയായി. ഒരു ചാനൽ അങ്ങനെ എടുത്തു കൊടുത്തു, സംഭവിച്ചതാണെന്നുള്ള മട്ടിൽ. പക്ഷെ അത് ക്രിയേറ്റഡ് ആയിരുന്നു. അതെ, ദൂരദർശൻ ഉണ്ടായിരുന്ന സമയത്ത് അത് നമ്മുടെ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചാനലായിരുന്നു. അപ്പൊ അതിൽ കുറേ റെസ്ട്രിക്ഷൻസ് വരും. ഇന്നത് കൊടുക്കാൻ പാടില്ല, ഇന്ന ആളുകൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ വ്യക്തികളും കുറച്ച് സ്ഥാപനങ്ങളുടെയും കേന്ദ്രീകരിച്ചിട്ടുള്ള ചാനലുകൾ
ഒന്നിലധികം എത്രയോ വരുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രീഡം എത്രത്തോളം വാർത്തകൾ കൊടുക്കുന്നതിൽ? അൺബ്രൈഡൽഡ് ആണ് ഇപ്പോഴത്തെ ഫ്രീഡം. നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടുന്നു ആർക്കെതിരെയും എന്തെതിരെയും പറയാം. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ രീതി. ഒരു വർഷം അങ്ങനെയായിരുന്നില്ല. പറയാം, പക്ഷെ അതിന് കൺട്രോൾ വേണം. അതായത് ഇപ്പോൾ പറയുന്നത് പോലെ ഈ ഒരാൾ കയറി നിന്ന് അയാൾക്ക് ഇംപ്രോംപ്റ്റു എന്ത് തോന്നുന്നു അത് വിളിച്ച് പറയാൻ പറ്റില്ല. പറയാം, പക്ഷെ ദാറ്റ് വിൽ ബി കൺട്രോൾഡ് ആൻഡ് മോണിറ്റേർഡ്. എന്ത് പറയുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു. അപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം എന്ത് വേണമെങ്കിലും ആവാമല്ലോ. വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ എന്തും കൊടുക്കാൻ. വേറൊരു രീതി, ഒരു മാറ്റം സംഭവിച്ച ഒരു അവതരണ രീതിയായിട്ട് തോന്നിയിട്ടുണ്ട് ശ്രീകണ്ഠൻ നായരുടെ മോർണിംഗ് ഷോ. അത് അദ്ദേഹം യൂട്യൂബിൽ വരുന്ന കമന്റുകളെ എടുത്തിട്ട് ചായ കുടിച്ചു, ഞാൻ ചായ കുടിക്കുവാണ് പേരൊക്കെ എടുത്ത് വിളിച്ച് പറയുന്നു. അപ്പൊ അത്തരം ഓഡിയൻസുമായിട്ട് ഭയങ്കരമായി അടുത്ത് നിൽക്കുന്ന ഒരു തോന്നൽ ഉണ്ടാക്കുകയും 24 ഒരു റേസിലേക്ക് എത്തിച്ചു. അത് അത്തരം അവതരണ രീതിയായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇപ്പം മാമിന്റെ അവതരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ അകലം ഓഡിയൻസിൽ നിന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലും എന്ന വിഷയം മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അവതരണ രീതിയാണ്. സമയം അതിൽ വേസ്റ്റ് ചെയ്യാനില്ല, കൃത്യമായി എല്ലാം പറഞ്ഞു തീർക്കുന്നു എന്നുള്ള, സൗഹൃദ സംഭാഷണത്തിന് സമയമില്ല എന്നുള്ളൊരു രീതിയുണ്ട്. ആ ഒരു വ്യത്യാസം എങ്ങനെയാ? നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ രസമില്ല? പക്ഷെ അത് നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് മാറണം. ഇപ്പൊ ഞാൻ വാർത്തകൾ ചെയ്യുമ്പോ അങ്ങനെയാണ്, പക്ഷെ ഞാൻ ഇന്റർവ്യൂസ് എടുക്കുമ്പോ അങ്ങനെയല്ല. കുറച്ചുകൂടി ക്യാഷ്വൽ ആവും ശ്രമിക്കുന്ന ക്യാഷ്വൽ ആവും. അത് ഓട്ടോമാറ്റിക്കലി ആവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ പോയി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കുറേ പേരുടെ ഇന്റർവ്യൂ എടുത്തിരുന്നു. മുരളി ഗോപി, കർമ്മന, അങ്ങനെ പിന്നെ മേതിൽ ദേവിക. ഇലക്ഷൻ റിലേറ്റഡ് ആണ്, അത് ഫോമലായിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്. പക്ഷേ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ഞാൻ പോയി ഇവരുടെ എല്ലാം ദി അതർ സൈഡ്, അതായത് ശ്രീരാമകൃഷ്ണൻ, NK പ്രേമചന്ദ്രൻ, അവരുടെയൊക്കെ ഫാമിലിയും അത് വളരെ കാഷ്വലാണ്. അത് ഒക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ക്യാമറയുടെ മുമ്പിലിരുന്ന് വാർത്ത വായിക്കുന്നത് വേറെ. പിന്നെ മുമ്പ് ഞാനൊരു മോർണിംഗ് ഷോ ചെയ്യുമായിരുന്നു, ഈ പെട്ടെന്ന് നമസ്തേ കേരളത്തിന്റെ മറ്റൊരു ഫോമാറ്റ്. അതിനകത്ത് ഗസ്റ്റുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ കാഷ്വലാണ്, വളരെ വളരെ കാഷ്വൽ. മറ്റത് യു ആർ പ്രസന്റിങ് സംതിങ്, ദാറ്റ് ഇസ് ഡിഫറെന്റ്. ശ്രീകണ്ഠൻ നായർ ചെയ്യുന്നത് മോർണിംഗ് ഷോ ആണ്. അപ്പൊ യു ക്യാൻ ബി കാഷ്വൽ. അത് അതിനകത്തൊരു അങ്ങനൊരു ഇത് വെക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ ഞാൻ ചെയ്യൂ എന്നൊന്നുമില്ല. ഞാൻ കാഷ്വൽ ആവുന്ന ഒക്കേഷൻസ് ഉണ്ട്. ഇനി ഭാവിയിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ എന്താ ചാനലിന്റെ ഒരു സ്വഭാവത്തിൽ? കേരളത്തിലെ മീഡിയയെ കുറിച്ച് പ്രതീക്ഷകളെക്കാർക്ക് കൂടുതൽ ആശങ്കകളാണ് എനിക്ക്. കേരളത്തിലെ മാത്രമല്ല, ഓവർ ദ വേൾഡ്. പക്ഷേ ഇപ്പം വിദേശ മീഡിയ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. CNN, BBC നമുക്ക് ഒരു ഇത് കഴിഞ്ഞ് അവരുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേ വേണ്ട. അവർ ആ ലെവലിലേക്ക് പോവില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ട്രാജഡി നടന്ന സ്ഥലത്തായാലും ദേ കീപ് ദ ഡിസ്റ്റൻസ് ആൻഡ് ദേ വിൽ ബി ഔട്ട് ഓഫ് ദ ഹൗസ് എന്നിട്ടാണ് അവർ പറയുക. അല്ലാതെ പിന്നെ പതുക്കെ ചെന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാലായി പറഞ്ഞാലായി അങ്ങനെയൊക്കെയുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിൽ ഒരു നിയന്ത്രണം, ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ഇല്ലാതെയുള്ള പോക്കാണ്. പ്രതീക്ഷ ബാക്കി നിൽക്കുന്നത് ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഓഡിയൻസിന്റെ ടേസ്റ്റിൽ ഒരു മാറ്റം വരുമായിരിക്കും. അതനുസരിച്ച് മീഡിയ കേറ്റർ ചെയ്ത് തുടങ്ങുമായിരിക്കും നല്ല പ്രോഗ്രാംസ്. ഇപ്പോൾ ഇടയ്ക്കെങ്കിലും ദൂരദർശൻ്റെ ചാനൽ വെച്ച് നോക്കി ചില പഴയ പ്രോഗ്രാംസ്, കാര്യം ശരിയാണ്, അവർ ഔട്ട്ഡേറ്റഡ് ആയി പോയെന്ന് ചിലതൊക്കെ നമുക്ക് ചില പ്രോഗ്രാംസ് ഒക്കെ അതൊക്കെ റീവാമ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി എന്ന് തോന്നുമെങ്കിൽ പോലും ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അശോ അത് അതിനകത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് മാത്രമാണ് ഷെയ്ഡ്സ്. ഇപ്പോഴത്തെ ഗ്രേ ഷെയ്ഡ്സ് ആണ് കൂടുതൽ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഷെയ്ഡ്സ് ആണ് കൂടുതൽ. അപ്പൊ അത്രയും പുറകിലേക്ക് ആ ഒരു ഇതിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടായില്ലെങ്കിലും കുറേയൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് കാണാം. നമുക്ക് പഴയ സിനിമകൾ കാണുമ്പോൾ തോന്നില്ലേ, അതിനകത്തെ കഥാപാത്രങ്ങൾ ഒന്നുകിൽ വില്ലൻ അല്ലെങ്കിൽ നല്ലത്. ഈ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കഥാപാത്രങ്ങൾ വളരെ കുറവാണ്. ഇപ്പോഴത്തെ സിനിമകൾ അങ്ങനെയല്ലല്ലോ, എല്ലാം ഗ്രേ ആണ്. അത് തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലുണ്ടെന്നാണ്. അതാണ് മാധ്യമ സ്ഥാപനങ്ങളിലല്ല, ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു മീഡിയ വേൾഡിൽ അങ്ങനെയായി. തിരിച്ചുപോക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. നടപ്പാവോന്നറിയില്ല. പുതിയ ജേർണലിസ്റ്റുകളോട് പറയാനുള്ളത് എന്താ? ജേർണലിസം ഒരു ജോലിയായി ഇന്നത്തെ കുട്ടികൾ കാണുന്നുണ്ടോ? സത്യത്തിൽ ഇത്രയധികം ചാനലുകൾ വരുന്നു, ഓൺലൈൻ, എല്ലാവരും യൂട്യൂബേഴ്സ് ആവാണല്ലോ. എല്ലാവരും പണ്ട് നെറ്റിസൺ ജേർണലിസം എന്നൊരു വേർഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇപ്പൊ എന്താ തോന്നുന്നത്? അപ്പൊ അത്തരം സാധനത്തിൽ നിന്നുകൊണ്ട് ആളുകൾ ഇനി ഒരു ജേർണലിസം എന്ന് പറയുന്ന ഒരു കരിയറൊക്കെ ചൂസ് ചെയ്യോ? എന്താ തോന്നിയിട്ടുള്ളത്? കാരണം പ്രത്യേകിച്ച് ഒട്ടും റോൾ മോഡൽ അല്ലല്ലോ ഇന്നത്തെ ജേർണലിസ്റ്റുകൾ നമുക്ക് ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി.
റോൾ മോഡലാക്കാൻ പറ്റിയതാണ്. ആയിട്ട്. പക്ഷെ ഇപ്പോഴും ജേർണലിസം നമ്മൾ ഇന്റർവ്യൂസ് നടത്തുമ്പോൾ കുട്ടികൾ ഒരുപാട് വരുന്നു, ഒരുപാട് പേര് വരുന്നുണ്ട്. മീൻസ് ലൈക്ക് നമ്മൾ റിജക്ട് ചെയ്യപ്പെടുന്നവരാണ് കൂടുതൽ. അതിന് പറ്റുന്ന ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്നവർ. അപ്പം ഒരുപാട് പേര് ഇപ്പം പ്രിഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിഫർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് പോയിട്ടില്ല, അട്രാക്ഷൻ പോയിട്ടില്ല. അതൊരു ഓൾഡ് സ്കൂൾ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ. സ്വന്തം ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക, ഒരു കൺട്രോൾ കീപ്പ് ചെയ്യുക, ഡോണ്ട് ഗോ വിത്ത് ദ ട്രെൻഡ്. അതിനകത്ത് ഒഴുക്കി പലതിലൊന്നാവാതെ മെയിൻറ്റെയിൻ യോർ ഐഡൻറ്റിറ്റി. അതിനൊരു ക്രൈറ്റീരിയ വെക്കുക, അതൊരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുക, സ്വന്തം സ്പേസ് ഉണ്ടാക്കുക. പ്രയാസമാണ് ഈ സമയത്ത്. ഒരു ഓണാശംസ കൂടി കൊടുത്ത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും, ഈ ഷോസ് കാണുന്നവർക്ക്, ലോകത്ത് എങ്ങുമുള്ള മലയാളികൾക്ക്, മലയാളി എന്ന് മാത്രമായിട്ട് പറയണ്ട, ഇപ്പോഴത്തെ ഈ ഒരു ടെൻഷൻ നിറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ. ഓണം പ്രത്യേകിച്ച്. Subscribe to One India and never miss an update.